കാസർഗോഡ് നീലേശ്വരത്തെ അഞ്ഞൂറ്റമ്പലം വീരർകാവിലെ ആ വെടിമരുന്ന് ദുരന്തത്തിന് ഇന്ന് 1.5 വർഷം തികയുകയാണ്. 6ഓളം ജീവനുകൾ വെണ്ണീറായ 150ലധികം മനുഷ്യർ പൊള്ളലേറ്റ് പിടഞ്ഞ ആ രാത്രിയുടെ നടുക്കും മാറുമുൻപെയാണ് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിൽ നിന്നും സമാനമായ വാർത്തകൾ നമ്മെ തേടിയെത്തുന്നത്. സുരക്ഷാ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി പടക്കങ്ങൾ സൂക്ഷിച്ചിരുന്ന മുറിക്കരികിൽ വെടിക്കെട്ട് നടത്തിയ നീലേശ്വരത്തെ ആ അശ്രദ്ധ ഇന്ന് തൃശൂർ പൂരത്തിനിടയിലും വലിയൊരു ദുരന്തത്തിന് വഴിമാറിയിരിക്കുകയാണ്. അടയാളങ്ങൾ പോലുമില്ലാതെ ചിതറിപ്പോയ ശരീരഭാഗങ്ങൾ ഒരു നാടിന്റെ ആകെ നൊമ്പരമായി മാറുമ്പോൾ നാം സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്: നമ്മുടെ നിയമങ്ങളും സംവിധാനങ്ങളും എന്നുണരും? ഓരോ ദുരന്തത്തിന് ശേഷവും അന്വേഷണ കമ്മീഷനുകൾ വരുന്നു, റിപ്പോർട്ടുകൾ സമർപ്പിക്കപ്പെടുന്നു. പടക്കങ്ങൾ സൂക്ഷിക്കേണ്ട അകലം, കൈകാര്യം ചെയ്യേണ്ട രീതി എന്നിവയെക്കുറിച്ച് കൃത്യമായ ചട്ടങ്ങൾ ഉണ്ടെങ്കിലും ആഘോഷങ്ങളുടെ പേരിൽ അവയെല്ലാം വിസ്മരിക്കപ്പെടുകയാണ്. വെടിക്കെട്ട് കാണാൻ തിങ്ങി നിറയുന്ന ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവൻ ഭാഗ്യത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് നമ്മൾ എത്ര കാലം ഇനിയും മുൻപോട്ട് പോകും? നീലേശ്വരമായാലും തൃശൂർ പൂരമായാലും ആഘോഷങ്ങൾ അവസാനിക്കേണ്ടത് ശ്മശാനങ്ങളിലല്ല. ആചാരങ്ങൾ പാലിക്കപ്പെടണം, പക്ഷെ അത് മനുഷ്യജീവനേക്കാൾ വലുതാകരുത്. ഇനിയൊരു വിരൽ അടയാളം പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഒരു മനുഷ്യനും വെന്ത് വെണ്ണീറാകാതിരിക്കാൻ കടുത്ത നിയന്ത്രണങ്ങളും കർശന നിയമപാലനവും ഇനിയെങ്കിലും അനിവാര്യമാണ്. നമ്മുടെ അശ്രദ്ധയുടെ കരിമരുന്നിന് തീ പിടിച്ച് ഇനിയൊരു ചോരപ്പുഴ ഇവിടെ ഒഴുകരുത്.